ഹായ് ഓൾ, ഹാപ്പി ഈവനിങ്. എല്ലാവർക്കും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങള്? ഈ ഒരു നിമിഷത്തില് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ എല്ലാവരെയും ഇവിടെ എത്തിച്ച എല്ലാ വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. യെസ്. ആ നല്ല മഴയാണ്. പ്രയാസങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എത്രയോ ബ്ലെസ്ഡ് ആണല്ലേ. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ പാർപ്പിടം, നമ്മുടെ മക്കള്, പാരൻസ് എല്ലാം നമുക്കുണ്ട് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും എത്രമാത്രം അനുഗ്രഹത്തിലായിരിക്കും നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നുണ്ടായിരിക്കാം. യെസ്. അപ്പോ ഇന്ന് എല്ലാ ദിവസവും എല്ലാ മൺഡേയ്സിലും നടക്കുന്ന ഫ്രീ വെബിനാറിലാണ് നമ്മൾ എല്ലാവരും ചേർന്നിരിക്കുന്നത്. ഹാപ്പിനെസ് കോച്ചിങ് അക്കാദമി എന്ന് പറയുമ്പോൾ ഹാപ്പിനെസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹാപ്പിനെസ് റെവല്യൂഷൻ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട കുറേ സർവീസുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഭക്ഷണം പോലെ, പാർപ്പിടം പോലെ, എല്ലാം പോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് മനസ്സമാധാനം, സന്തോഷം എന്നൊക്കെ പറയുന്നത്. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചില ആശയങ്ങളും ചില ഇൻസൈറ്റുകളൊക്കെ ഷെയർ ചെയ്യാനാണ് ഇങ്ങനെ ഒരു മൺഡേസിൽ നടത്തുന്ന പ്രോഗ്രാം ഉള്ളത്. യെസ്, ഞാൻ വളരെ പെട്ടെന്ന് തന്നെ സബ്ജക്റ്റിലോട്ട് പോകാം. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഓവർ തിങ്കിങ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ്. ഓവർ തിങ്കിങ് ശരിക്കും എന്താണ്? അത് നമുക്ക് വേണ്ടതാണോ? ഇനി നമുക്കത് ഓവർ ആയിട്ടാണ് എങ്കിൽ, അതായത് അമിതമായിട്ട് ആണ് എങ്കിൽ, അപകടമാണ് എങ്കിൽ അതെങ്ങനെ നമുക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്യാം? അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പറ്റുന്നവരൊക്കെ ക്യാമറ ഓൺ ചെയ്യുക. എനിക്ക് നിങ്ങളെ കാണാനും സംസാരിക്കാനും ഒക്കെ ഇഷ്ടമായിട്ടാണ് വരുന്നത്. പക്ഷെ മുഖമില്ലാത്ത ഈ പ്രൊഫൈലിലോട്ട് നോക്കിയിട്ട് ഞാൻ എന്താ പറയാ? യെസ്. അപ്പോ നമ്മളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഒരു ദിവസം നമ്മൾ 60,000-ൽ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ശരിക്കും ഈ 60,000-ൽ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മൾ കൗണ്ട് ചെയ്യാറുണ്ടോ? അത് അവിടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിയിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. മൈൻഡിന്റെ താഴെ 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 ഓൾറെഡി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ചിന്ത എന്ന് പറയുന്നത്. പക്ഷെ ഈ ചിന്തയാണ് നമ്മുടെ ഫ്യൂച്ചറിനെ, നമ്മുടെ ലൈഫിനെ ഡിസൈൻ ചെയ്യുന്നത്. ആണോ അല്ലയോ? എഗ്രി ആണോ? കുട്ടികളെ, നമുക്ക് ഈ വിരലുകളുണ്ട്. ഇതില് ടൈപ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ. യെസ്. ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാല് ഒരു കാര്യം കഴിഞ്ഞു പോയതിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിക്കുന്നതാണെന്ന് നമുക്കറിയാം. ഓക്കെ അല്ലേ? യെസ്. ശരിക്കും അപ്പോ ഒന്നും ചിന്തിക്കണ്ടേ എന്നുള്ള ചോദ്യം ഉണ്ടായിരിക്കും. അപ്പോ അതിനാദ്യം നമ്മൾ മനസ്സിലാക്കുക, ഏതൊരു ഇമോഷനും ഏതൊരു കാര്യവും നമ്മള് 90 സെക്കൻഡ് മാത്രമാണ് അതിന്റെ ഒരു ഡെപ്ത് നമ്മളുടെ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഏതൊരു ഇമോഷനും 90 സെക്കൻഡ്സ് മാത്രമേ അതിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ അതായത് 1.5 മിനിറ്റ്. പക്ഷെ ഇപ്പൊ നമ്മൾ എത്ര എത്ര മണിക്കൂറുകളും ദിവസങ്ങളും ആണ് എടുക്കുന്നത് ഓരോ കാര്യങ്ങൾ ചിന്തിക്കാന്. അപ്പൊ ശരിക്കും നമുക്ക് ഓവർ തിങ്കിങ് ഉണ്ടോ? അതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. യെസ്. അപ്പോ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം ആകുന്നതിന്റെ ഉള്ളിൽ ഒരേ കാര്യം തന്നെ 5-ൽ കൂടുതൽ തവണ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് എങ്കിൽ, ആവശ്യമില്ലാത്ത ഒരു കാര്യം 5-ൽ കൂടുതൽ തവണ നമ്മൾ ആലോചിക്കുന്നുണ്ട് എങ്കിൽ അതിനെയാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. എല്ലാവരും മ്യൂട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലത്തെ ബഹളമൊക്കെ എല്ലാവരും കേൾക്കേ. യെസ്. അപ്പോ ഓവർ തിങ്കിങ് എന്താണ്? 5-ൽ കൂടുതൽ തവണ നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഓവർ തിങ്കിങ്. ക്ലിയർ ആണോ? ഓവർ തിങ്കിങ് തെറ്റാണോ? ചിന്തിക്കുന്നത് ഒരിക്കലും തെറ്റല്ല.
നമ്മൾ ചിന്തിക്കാനുള്ള കഴിവ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് നമ്മൾ പലപ്പോഴും ആലോചിക്കേണ്ടത്. ഒരു കുട്ടിക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പഠിക്കാൻ എക്സാം ആണ്, പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ സമയത്താണ് ഉമ്മ വന്നിട്ട്, "എന്താ മോനെ ഇത്ര കാലം പഠിക്കാതിരുന്നോണ്ടല്ലേ ഇപ്പൊ നിനക്ക് ഇത്ര ഭാരമായത്? നീ എന്നും ഇങ്ങനെ തന്നെയാണ്. നീ എന്നാ ഇനി പഠിച്ചു തുടങ്ങാ?" അങ്ങനെ കുറെ ബഹളം വെക്കുമ്പോൾ ശരിക്കും പിന്നീട് ആ കുട്ടിക്ക് ഉള്ളത് പഠിക്കാനാണോ പറ്റുക? അല്ലെങ്കില് ഈ കഴിഞ്ഞു പോയ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പഠിപ്പിനെ അത് നെഗറ്റീവ് ആയിട്ടാണോ പോസിറ്റീവ് ആയിട്ടാണോ ബാധിക്കുക? നെഗറ്റീവായിട്ട്. നെഗറ്റീവ് ആയിട്ടാണ് ബാധിക്കുക. ഓക്കെ. അപ്പൊ കുട്ടിയുടെ ചിന്ത എന്തായിരിക്കും? ഡൗൺ ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും, ഓവർ തിങ്കിങ് ആയിരിക്കും. ഓവർ തിങ്കിങ് അല്ല, തിങ്കിങ് പാറ്റേണേ മാറിയിട്ടുണ്ടായിരിക്കും. നമുക്ക് ശരിക്കും ഒരു കുട്ടി ചിന്തിക്കുന്നത് പോസിറ്റീവ് ഓവർ തിങ്കിങ് ആണെങ്കിലാണ് കൂടുതൽ കുട്ടികൾ അഗ്രസീവായിട്ട് പഠിക്കുക, ഫിയർ കൊണ്ട് പഠിക്കുക. പല രീതിയിൽ ഇതിനെ നമുക്ക് മാറ്റാൻ പറ്റും. ഫിയർ ഉള്ള കുട്ടികൾ ഭയങ്കര, നമ്മൾ പോലും എക്സാം ആവട്ടെ എന്ന് മാറ്റി വെച്ചിട്ട് എക്സാമിന്റെ തലേ ദിവസം ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചവരൊക്കെ ഇല്ലേ? അപ്പോൾ ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുണ്ട്, അൺഹെൽത്തി ആയിട്ടുണ്ട്. നിങ്ങൾ ഇന്നത്തെ ദിവസത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് എന്ത് കാര്യമായിരിക്കും ഇന്ന് കൂടുതലായിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം? എന്ത് കാര്യമായിരിക്കും ഇന്ന് കൂടുതൽ മഴേനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം? കുറിച്ചായിരുന്നു. മഴ വീണിട്ടുള്ള അപകടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അതിനെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് ചിന്തിച്ചു. അതിനെക്കുറിച്ച് ചിന്തിച്ച്. കാരണം നമ്മുടെ ചുറ്റും അതാണ് നടക്കുന്നത്. ടി വി വെച്ചാലും ഫോൺ എടുത്താലും ഒക്കെ ഇതാണ് സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഓവർ തിങ്കിങ് വരുന്നത് എന്ന് വെച്ചാൽ 5 കാര്യം കൊണ്ടാണ് ഓവർ തിങ്കിങ് വരുന്നത്. ഓവർ തിങ്കിങ് എന്ന് വെച്ചാല് ഞാൻ എഗെയിൻ പറയുന്നു, ചിന്തിക്കുന്നതല്ല, ചിന്തിക്കുന്നത് മൂലം നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണെങ്കിൽ അതാണ് പ്രോബ്ലം ഉള്ളൂ. നാളെ എക്സാം ഉണ്ട്, നാളെ ഒരു സ്ഥലത്തോട്ട് പോകണം, അതിനെക്കുറിച്ച് കുറച്ച് ഓവർ തിങ്ക് ചെയ്താലാണ് പോകാനുള്ള പ്രിപ്പറേഷനും എക്സാം എഴുതാനുള്ള പ്രിപ്പറേഷനും ഒക്കെ ചെയ്യുള്ളൂ. അത് ഹെൽത്തി ആണ്. പക്ഷേ എനിക്ക് നാളെ എക്സാം എഴുതാൻ ആലോചിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് ഛർദ്ദിക്കാൻ വരിക, അല്ലെങ്കിൽ ടെൻഷൻ കയറി കൈകാൽ കുഴയുക, വെള്ളം കുടിക്കാൻ ദാഹിക്കുക, വയറ് വേദനിക്കുക, ഇതൊക്കെ ഓവർ തിങ്കിങ്ങിന്റെ മറ്റ് ലക്ഷണങ്ങളാണ്, മറ്റ് നെഗറ്റീവ് എഫക്റ്റുകളാണ്. മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്തുകൊണ്ടാണ് ഈ ഓവർ തിങ്കിങ് വരുന്നത് വെച്ചാല് ഫിയർ, ഉള്ളില് ഫിയർ, ഞാൻ പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് തെറ്റിപ്പോയാലോ, ചെറുപ്പത്തിൽ നമുക്ക് അപ്രീസിയേഷൻ കിട്ടാത്തത് മൂലം ഉണ്ടാകുന്ന ഫിയറിൽ നിന്നും ഓവർ തിങ്കിങ് വരും. ഞാൻ അത്ര ബ്യൂട്ടിഫുൾ അല്ല, ഞാൻ അത്ര അടിപൊളിയല്ല, അപ്പൊ ഞാൻ സംസാരിച്ച ശരിയാകോ, എന്റെ ഡ്രസ്സ് ഇട്ട് വലിയ ഒരു ഫിറ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അത്ര ഒരു അടിപൊളി ഡ്രസ്സ് അല്ല ഇട്ടിട്ടുള്ളത്, അപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് പോയാൽ ശരിയാകോ, കല്യാണത്തിന് പോയാൽ ശരിയാകോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പാസ്റ്റ് എക്സ്പീരിയൻസ്, അതായത് ഒരു ദിവസം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ എല്ലാ ദിവസവും അങ്ങനെ സംഭവിക്കും എന്നുള്ള ഭയം. അതായത് നമ്മള് ഒരു ബൈക്കിൽ പോകുമ്പോ ജസ്റ്റ് ഒരു ആക്സിഡന്റ് ഉണ്ടായി, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ പിന്നീട് ബൈക്കിൽ പോകുമ്പോഴും പിന്നീട് ഏത് യാത്ര ഇറങ്ങുമ്പോഴും, യാത്ര എന്ന് പറയുമ്പോൾ തന്നെ ഇതിനെ കുറിച്ചിട്ടുള്ള ആദി കയറിക്കൊണ്ട് നമുക്ക് ഈ ഒരു കാര്യത്തിനോട് ഭയങ്കര ഫിയർ കയറും. അങ്ങനെ ഉണ്ടാവാറുണ്ടോ? പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട്. ഉണ്ടാവാറുണ്ട്. ഓക്കെ. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള തോന്നൽ അതെല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യും. അവരത് വിചാരിക്കോ, ഇവരിത് വിചാരിക്കോ, അങ്ങനെ മൊത്തം ഈ വിചാരത്തെ കുറിച്ചായിരിക്കും. സത്യത്തിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം മറ്റുള്ളവർ വിചാരിക്കാറുണ്ടാവും? യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. നമ്മൾ എപ്പോഴും ചിന്തിക്കാറുള്ളത് അവര് നമ്മളെ പറ്റി തെറ്റിദ്ധരിക്കുകയോ, അവര് നമ്മളെ പറ്റി മോശമായിട്ട് ചിന്തിക്കുകയോ എന്നൊക്കെ ആയിരിക്കും. ആണോ അല്ലയോ? അതെ നമ്മൾ അതെ അതെ അതെ. വിചാരിക്കുന്ന പോലെ ആരാണ് യഥാർത്ഥത്തില് വിചാരിക്കുന്നുണ്ടായിരിക്കാം? നമ്മളെന്നെ. നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന ഏ- പോലെ നമ്മൾ മാത്രമേ വിചാരിക്കുള്ളൂ. പക്ഷേ നമ്മൾ ചിന്തിക്ക, മറ്റുള്ളവർ ഇങ്ങനെ വിചാരിക്കുമോ, മറ്റുള്ളവർ അങ്ങനെ വിചാരിക്കുമോ, അങ്ങനെ കുറെ ചിന്തകളാണ്. ഈ ചിന്തകളൊക്കെ പോസിറ്റീവ് ചിന്തകളാണോ നെഗറ്റീവ് ചിന്തകളാണോ?
നെഗറ്റീവ് അല്ലേ? നെഗറ്റീവ്. ഓക്കെ. പക്ഷേ നമുക്ക് എന്താണ് പോസിറ്റീവായിട്ട് ഓവർ തിങ്ക് ചെയ്യാൻ പറ്റാത്തത്? ചില ആളുകൾക്ക് ഓവർ പോസിറ്റീവ് തിങ്കിങ് ഉണ്ടായിരിക്കും ട്ടോ. അത് വലിയൊരു അപകടമാണ്. ഓക്കെ. നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ നിന്നും നമുക്ക് ചെറുപ്പത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഫെയിലിയർ പറ്റിയപ്പോൾ നമ്മളെ പിടിച്ചു നിർത്താൻ ആളുകൾ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആളുകള് നമ്മളുടെ പാരന്റ്സിനെ അറിയാത്തത് കൊണ്ട് നമ്മളെ ശീലങ്ങളൊക്കെ ചിലപ്പോൾ ദേഷ്യം പിടിച്ചിട്ടും അല്ലെങ്കിൽ പണിഷ്മെന്റ് തന്നിട്ടും കമ്പാരിസൺ ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മളെ നല്ല സ്വഭാവം പഠിപ്പിക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മളെ ഇങ്ങനെ ഓരോ ശീലങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിൽ നിന്ന് ഈ നല്ല കുട്ടിയാവാനുള്ള പരിശ്രമത്തിന്റെ ഇടയിൽ നമുക്ക് പലപ്പോഴും ഫിയർ വന്നിട്ടുണ്ടായിരിക്കും, കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും, നമുക്കൊരു സെൽഫ് വാല്യൂ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതിപ്പോ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾ എല്ലാവരും നിങ്ങളെ കുറിച്ച് ഒരു 5 കാര്യം നെഗറ്റീവായിട്ട് ഒന്ന് ആലോചിച്ചേ. നിങ്ങളുടെ നെഗറ്റീവ് എന്താണെന്നുള്ളത് പെട്ടെന്ന് ആലോചിക്കാം. ഇനി ഒരു 5 കാര്യം പോസിറ്റീവായിട്ട് ആലോചിച്ചേ. അഞ്ച് കാര്യം നെഗറ്റീവ്, 5 കാര്യം പോസിറ്റീവ്. ആലോചിച്ചോ? ആലോചിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഫസ്റ്റ് ഏറ്റവും കൂടുതൽ വന്നത്? ഏതാണ് കൗണ്ട് ചെയ്യാൻ പറ്റിയത്? നെഗറ്റീവ് ഓർ പോസിറ്റീവ്? നെഗറ്റീവ് വേഗം കിട്ടി. നെഗറ്റീവ് വേഗം കിട്ടി. എന്തുകൊണ്ടായിരിക്കും അത്? നമ്മൾ കൂടുതലും നെഗറ്റീവാണ് നമ്മുടെ ബ്രെയിന് ക്യാച്ച് ചെയ്യുക. നമ്മളെ വേണ്ടപ്പെട്ടവരെല്ലാവരും നമ്മളോട് പോസിറ്റീവ്, നമ്മളെ പറ്റി പോസിറ്റീവ് എല്ലാവരോടും പറയുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മളോട് പലപ്പോഴും നമ്മളുടെ ശീലങ്ങൾ ശരിയാകാൻ വേണ്ടിയിട്ട് നമ്മളോട് എപ്പോഴും നമ്മളുടെ നെഗറ്റീവും നമ്മളുടെ കുറവുകളും നമ്മൾ ശരിയാക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ആണോ? പലപ്പോഴും ഇപ്പൊ കുട്ടികൾ പോലും കമ്പയർ ചെയ്യുന്നുണ്ട് പാരന്റ്സിനെ. നമ്മൾ പണ്ട് കുറച്ചു മുന്നൊക്കെ മക്കളെയാണ് കമ്പയർ ചെയ്യാറുള്ളത്. അവരെ കണ്ടുപിടിക്കുക, ഇവരെ കണ്ടുപിടിക്കുക. ഇപ്പൊ കുട്ടികൾ വന്നിട്ട് ഉമ്മ അവരെ ഉമ്മ എങ്ങനെയാണ്, അവരെ ഉപ്പ എങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മളോട് തിരിച്ചു ചോദിക്കേണ്ട ഒരു സമയം ആണ് ഇപ്പൊ. ഓക്കെ. അപ്പോ ഓവർ തിങ്കിങ് 5 കാര്യമാണ്. ഫിയർ, പാസ്റ്റ് എക്സ്പീരിയൻസ്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളത്. 4ാമത്തെ കാര്യം പെർഫെക്ഷൻ. കറക്റ്റ് ആയാൽ മാത്രമേ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ, അല്ലാതെ പറ്റില്ല. പെർഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ഇന്ന് ചെയ്യേണ്ട കാര്യം നാളേക്ക് മാറ്റിവെക്കും, നാളെ ചെയ്യേണ്ട കാര്യം മറ്റന്നാൾക്ക് മാറ്റിവെക്കും. അങ്ങനെ അങ്ങനെ മാറ്റി വെച്ച് നമ്മൾ പോകും. പെർഫെക്ഷൻ പെർഫെക്ഷൻ ഉള്ള ആളുകളുണ്ട് ഇവിടെ? ഓ, അതെ അല്ലെ. പെർഫെക്ഷൻ ഉണ്ട് എങ്കിൽ നമുക്ക് ഈ ഓവർ തിങ്കിങ് കൂടുതലായിരിക്കും. ക്ലിയർ? യെസ്. 5ാമത്തെ കാര്യമാണ് മെയിൻ ആയിട്ടുള്ളത്, അതായത് സെൽഫ് കോൺഫിഡൻസ് കുറവ്. എന്നിൽ എന്നെ കുറിച്ച് ആത്മവിശ്വാസം ഇല്ലാത്ത അവസ്ഥ. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് സെൽഫ് കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ട്? ഒരു ഔട്ട് ഓഫ് 10 എത്രയാണുള്ളത്? എല്ലാവരും ചാറ്റ് ബോക്സിലിട്ട് 10 എനിക്ക് എന്നെ എത്ര മാർക്കാണ് കൊടുക്കുക? ഞാൻ അടിപൊളിയാണ്, ഞാൻ കോൺഫിഡന്റ് ആണ്, ഞാൻ ഓക്കെ ആണ്, എന്നെ പറ്റിയിട്ട് എനിക്ക് പോസിറ്റീവ് ആണ് കൂടുതലുള്ളത്. 6 ഔട്ട് ഓഫ് 10. പിന്നെ 8. ഓക്കെ. 7, 7, 7, 6. ഓക്കെ, ഗ്രേറ്റ്. 5 താഴെയാണെങ്കിൽ, നമ്മൾ എന്തൊരു കാര്യവും 5 താഴെയാണെങ്കിൽ നമ്മളത് ഒരു ആക്ഷൻ എടുത്തിട്ട് എങ്ങനെയെങ്കിലും അത് 6 എബോവ് അല്ലെങ്കിൽ 5 എബോവ് ആക്കി മാറ്റണം. 5 എന്നുള്ള ഒരു കൗണ്ട് ഉണ്ടാവില്ല. 5 നമ്മളെ ബ്രെയിന് പെട്ടെന്ന് തന്നെ 5ൽ കണ്ട് എത്തിക്കുക. അപ്പൊ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അങ്ങനെ നമ്മൾ നിർത്തും. 5 എന്നുള്ളത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു നമ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ചിന്തിക്കാതെ തീരുമാനം എടുക്കാൻ വളരെ ബെസ്റ്റ് ആണ് 5. ഓക്കെ. ഇനി ഓവർ തിങ്കിങ് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് നോക്കാം. ഇപ്പൊ 5 കാര്യങ്ങളാണ്. ഇതുകൊണ്ടൊക്കെയാണ്
ഓവർ തിങ്കിങ് ഉണ്ടാവുക. ഇനി ഇത് കാരണം ഓവർ തിങ്കിങ് ഉണ്ട്, അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും? ഉറക്കം പ്രോബ്ലം ആയിരിക്കും. അതായത് കിടന്നുറങ്ങുന്ന സമയത്ത് സമാധാനം ഉണ്ടാവില്ല, രാവിലെ എഴുന്നേറ്റാലും സമാധാനം ഉണ്ടാവില്ല. ഉറക്കം പ്രശ്നം ഉണ്ടായിരിക്കും, അത് കാരണം സമാധാനം വലിയ പ്രോബ്ലം ആയിരിക്കും. പ്രസന്റിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല, ആദി എന്ന് പറയും. ആങ്സൈറ്റി ഉണ്ടായിരിക്കും, അത് ആരോഗ്യത്തെ ബാധിക്കും. ആരോഗ്യത്തെ ബാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഓവറായിട്ട് ടെൻഷൻ ഉള്ള സമയത്ത് ഇനി എന്ത് ഉണ്ടാകുമെന്ന് ഓവറായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് നന്നായി ഭക്ഷണം കഴിക്കാൻ വിശക്കും. അത് ടെൻഷൻ അങ്ങനെയാണ്. ചില ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരില്ല, വെള്ളം കുടിക്കില്ല. പക്ഷേ കോൺസ്റ്റിപ്പേഷൻ റിലേറ്റ് ചെയ്തിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. വയറ് സംബന്ധമായിട്ട് ഡൈജസ്റ്റീവ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഹെൽത്തിനെ പല രീതിയിലും ഇത് ബാധിക്കും. ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ PCOD, PCOS പോലെ വരാനുള്ള കാരണങ്ങൾ ഒന്ന് ഈ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഇപ്പൊ പഠനങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോഴെല്ലാം മുന്നേയും പറയുന്നുണ്ട്. ഓക്കെ, യെസ്. ഈ ഓവർ തിങ്കിങ് ഉള്ള ആളുടെ കൂടെ ജീവിക്കുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അതാ അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മോനെ അവിടെ വല്ല ആക്സിഡന്റ് ഉണ്ടാവും, നീ അങ്ങോട്ട് പോവല്ലേ, അവിടെ പോയി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ സംഭവിക്കും, നീ അങ്ങനെ സംഭവിച്ചാലോ ഇങ്ങനെ സംഭവിച്ചാലോ, ഇങ്ങനെ നിരന്തരമായിട്ട് നമ്മൾ വരാനിരിക്കുന്ന കാര്യത്തെ പറ്റി നെഗറ്റീവായിട്ടോ പറയുകയാണ്, അല്ലെങ്കിൽ കഴിഞ്ഞു പോയതിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് ഇപ്പോഴും ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓക്കെ, അത് ഞാൻ പറയാട്ടോ. വിഷമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് നമ്മളോട് സ്നേഹം കൂടുവോ കുറയുവോ? കൂടുമോ കുറയുമോ? അതായത് ഇപ്പൊ എനിക്കാണ് ഓവർ തിങ്കിങ്, എന്റെ കുട്ടികൾ പുറത്തു പോയി കഴിഞ്ഞാൽ എനിക്ക് ബേജാറാണ്. ബേജാറെന്ന് വെച്ചാൽ ടെൻഷൻ. തിരിച്ചു വരാൻ വൈകി കഴിഞ്ഞാൽ ഞാനിവിടെ ടെൻഷൻ അടിച്ചിട്ട് പിന്നെ കുട്ടികളെ വഴക്ക് പറയും, അല്ലെങ്കിൽ ഇത്ര നേരം വൈകിയത് എന്തുകൊണ്ടാണ് ഉമ്മ, നിന്നെ ഇത്ര കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ചരിത്രമൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും ഈ ടെൻഷൻ 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 തന്നെ. നമ്മളെ ടെൻഷൻ ഇവർക്കും കൂടെ കൊടുക്കാണ്, ഓവർ തിങ്കിങ്. വെറുതെ ചിന്തിച്ചിട്ട് അതാവോ ഇതാവോ. ബസ്സിൽ പോകുമ്പോഴത്തേനും മോനെ ബസ്സിൽ പോകുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ, അപ്പൊ ബസ്സിൽ ആകെ ആക്സിഡന്റ് നടക്കില്ലേ, എവിടെ ഒരു വിഷമം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വരും എന്നുള്ള ഒരു തോന്നൽ ഇങ്ങനെ ഉണ്ടാവും. ഈ തോന്നല് നമ്മളുടെ കുട്ടികൾക്കും നമ്മുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ നമ്മൾ ഇങ്ങനെ കൊടുക്കും. അവർക്ക് നമ്മളോട് ഇഷ്ടം ഉണ്ടാവോ? ഇഷ്ടം കൂടുതലുണ്ടാവോ? ഇഷ്ടം ചിലപ്പോ ഉണ്ടാവും, ഇഷ്ടം കൂടുതലുണ്ടാവോ? ഇല്ല. ഉണ്ടാവൂല. പതിയെ പതിയെ അവരെപ്പ അവര് പറയും നമ്മള് ആ പതിയെ പതിയെ അവര് നമ്മളിൽ നിന്ന് അകന്നു പോകും. കാരണം എന്താ അവര് പറയുന്നത്? ഫുള്ള് നെഗറ്റീവാ, അവർ ഫുള്ള് നെഗറ്റീവാ. സത്യത്തിൽ എനിക്ക് അവരോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് ഇഷ്ടമാണ്. സ്നേഹ കൂടുതൽ കാരണം ഈ ഓവർ തിങ്കിങ് ഭയങ്കര ആങ്സൈറ്റി ആയിട്ട് മാറുകയാണ്. നമ്മൾ കൺട്രോൾ അതെ അവർ ചെയ്താലും പറയും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ മൈൻഡിൽ നിന്ന് വരും. ആ അത് അതുപോലെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനിയും അങ്ങനെ വരുമോ എന്നുള്ള, കുട്ടികളൊന്നും ഒറ്റക്ക് വിടാനും ഒക്കെ അവര് വന്നു കഴിഞ്ഞാൽ ഹാപ്പി ആയി. പക്ഷെ പക്ഷെ അവരെന്ത് ഇതിന് സംഭവിക്കുന്ന വേറൊരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഓവർ തിങ്കിങ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ എന്റെ എനർജി എന്താണ്? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ്. നെഗറ്റീവ് എനർജി. ഈ നെഗറ്റീവ്. നെഗറ്റീവ് എനർജി വെച്ചിട്ടാണ് ഞാൻ ഫുഡ് പാകം ചെയ്യുന്നത്, ഫുഡ് കുക്ക് ചെയ്യുന്നത്. അപ്പൊ എന്റെ ഉള്ളിൽ എന്താ? ഈ ആദി 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 വന്നില്ലല്ലോ, വിളിച്ചില്ലല്ലോ, ഹസ്ബൻഡ് വിളിച്ചില്ലല്ലോ, ഇത്ര നേരമായിട്ട് എന്താ വിളിക്കാതിരുന്നത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും, ഇനി അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നമ്മളെ ബ്രെയിൻ ഇങ്ങനെ റോക്കറ്റിനേക്കാൾ സ്പീഡിലായിരിക്കും സഞ്ചരിക്കുന്നുണ്ടായിരിക്കും. അതായിരിക്കും ഇതായിരിക്കും. അപ്പൊ ഈ ഇമോഷനാണ് ഈ കുക്ക് ചെയ്യുന്ന ഫുഡിൽക്ക് നമ്മൾ സെർവ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫുഡാണ് നമ്മൾ കുട്ടികൾക്കും പ്രിയപ്പെട്ടവർക്കൊക്കെ വൈകി വന്നാലും കുറച്ച് ചീത്ത പറഞ്ഞാലും ഒക്കെ ഇതാണ് വിളമ്പി കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സ്നേഹമാണെന്ന് പറഞ്ഞ് നമ്മളുടെ ഇമോഷന് കൂടെയാണ് ഇവർക്ക് കൊടുക്കുന്നത്. നിരന്തരമായിട്ട് ഓവർ തിങ്കിങ് ഉള്ളവർ ഫുഡ് ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യുമ്പോൾ, അതായത് ഈ ഓവർ തിങ്കിങ് എപ്പോഴും, അതെ, കുക്ക് ചെയ്യുന്ന സമയത്ത് ഓവർ തിങ്കിങ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നെഗറ്റീവ് ഓവർ തിങ്കിങ്ങോട് കൂടിയിട്ട് ഫുഡ് ഉണ്ടാക്കി അത് സെർവ് ചെയ്യുന്ന സമയത്ത് ഈ ഇമോഷനും കൂടെ നമ്മൾ സെർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് നിരന്തരമായിട്ട് ഇത് തന്നെയാണ്, ഈ പാറ്റേൺ തന്നെയാണ് എങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി വയറ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ്, വയറുവേദന. ഇനി എപ്പോഴെങ്കിലും ഒന്നുണ്ടായതുകൊണ്ട് ഇതാണെന്ന് കരുതരുത്, പക്ഷേ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, അപ്പോ
വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും മാനസികാവസ്ഥ ബെറ്റർ ആയി കഴിഞ്ഞാലാണ് അവിടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. യെസ്. ഇപ്പോ ബന്ധങ്ങൾ പറഞ്ഞു, അവസരങ്ങൾ നഷ്ടപ്പെടുവോ അതോ എടുക്കാൻ പറ്റുമോ നമുക്ക്? അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയാണോ ചെയ്യുക ഓവർ തിങ്കിങ് ഉള്ള ഒരാൾക്ക്? ഈ പെർഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നഷ്ടപ്പെടും. നമുക്ക് കിട്ടുന്ന ചാൻസ് പിന്നെ കിട്ടുന്നില്ല. ആ പിന്നെ ഒന്നും കൂടി യെസ്. പെർഫെക്ഷൻ ആയിട്ട് ചെയ്യാന്ന് വിചാരിക്കുമ്പോത്തിന് ആ ചാൻസ് കഴിയും. ഇപ്പൊ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാവില്ലേ, ഫിയർ ഉള്ളതുകൊണ്ട് പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മാറി നിൽക്കും. അപ്പൊ നമ്മൾ മാറി നിൽക്കുമ്പോൾ അവിടെ വേറൊരാൾ വരും. പണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പണ്ട് അങ്ങനെ ഉണ്ടായിട്ടെന്ന് വെച്ചാൽ എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പൊ അത് വിചാരിച്ചിട്ട് നമ്മൾ ഒരു കാര്യത്തിന് പിന്നോട്ട് വെച്ച പിന്നെ ആവട്ടെ എന്ന് വെച്ചാൽ അവിടെ വേറൊരാൾ നിൽക്കും. പിന്നെ ഓപ്പർച്യൂണിറ്റി എപ്പോഴും ഇങ്ങനെ വന്നോളണമെന്നില്ല. ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ജോലി മാത്രമല്ല കേട്ടാ. ജോലിയാകാം, പഠനമാകാം, നല്ല ബന്ധങ്ങളാകാം. ചില കാര്യത്തിൽ നമ്മൾ റിസ്ക് എടുക്കേണ്ടി വരും. ഇപ്പോ ഒരു ഓവർ തിങ്കിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഭാര്യ എന്ന് വിചാരിക്കാം. ഭർത്താവ് ഒരു പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അത് ഈ ഭാര്യയോട് വന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ ഭാര്യ എന്താ പറയാ, അത് വേണമെന്നാണോ അത് ചെയ്തോളാനാണോ പറയാ, അതല്ല അതിന്റെ വിപത്തുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ആയിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടാവുക. പ്രയാസങ്ങൾ പ്രയാസങ്ങളും വിഷമങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഷെയർ ചെയ്യും. വിഷമങ്ങളൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ ഇങ്ങനെ ആദ്യം ബഹളം ബേജാറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് വെക്കും. നമ്മുടെ വീട്ടിലോട്ട് വരേണ്ട സാമ്പത്തിക അവസ്ഥയെ പോലും ഇത് ബ്രേക്ക് ചെയ്യും. കാരണം ഞാനൊരു ലിസണർ ആണ്. എനിക്ക് പല ആളുകളും സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഹസ്ബൻഡ് ആയിരിക്കും, പക്ഷെ ഭാര്യയുടെ ഓവർ തിങ്കിങ് കൊണ്ടോ അല്ലെങ്കിൽ ഫിയർ കാരണമോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള എന്ത് പറഞ്ഞാലും നെഗറ്റീവ് ആണ് പറയുള്ളൂ എന്ന് പറയും. അവരങ്ങനെ ആയതിന്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് കേൾക്കുമ്പോൾ ഇവർ ഷെയർ ചെയ്യാതെ പല കാര്യങ്ങളും പറയാതെയോ. അപ്പൊ ഈ പറയാതെ വരുമ്പോ ഭാര്യ പറയും, എന്താ ഇപ്പൊ ഒന്നും സംസാരിക്കാതെ, എന്താ എന്നോടൊന്നും തുറന്നു പറയാതെ. ശരിക്കും തുറന്നു പറയാതെ അല്ല, തുറന്നു പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് ഏതൊരു വ്യക്തിയും നമ്മളോട് തുറന്നു പറയാ. നമ്മളും അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ യെസ്. മോന് വന്നിട്ട് ഒരു അബദ്ധം പറ്റി, അത് നമ്മളോട് പറയുമ്പോ അവനെ കൂടുതൽ ദേഷ്യപ്പെടുകയാണ്, ബഹളം വെച്ചിട്ട് ബുദ്ധിമുട്ടിക്കുകയൊക്കെ ആണ് എങ്കിൽ പിന്നെ അടുത്ത മിസ്റ്റേക്ക് വന്നാൽ പറയില്ല. കാരണം ഇവിടെ വന്നിട്ട് ഇത് തന്നെയാണല്ലോ കേൾക്കാനുള്ളത്, ഞാൻ തന്നെ ഇത് ശരിയാക്കിക്കോളാം എന്ന് കരുതും. സത്യം. നമ്മൾ സ്നേഹമാണ് എന്ന് പറഞ്ഞ് വിളമ്പുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പല കാര്യങ്ങളും എത്രത്തോളം നമുക്ക് ചുറ്റുമുള്ള സമാധാനത്തെയും സന്തോഷത്തെയും ഒക്കെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് എല്ലാവരുടെ ലൈഫിലുള്ള കാര്യമാണ്. പക്ഷെ ഇതിന്റെ ഇന്റൻസിറ്റി നമ്മൾ കുറച്ച് വരണം. ആത്മവിശ്വാസം കുറയും. നിരന്തരമായിട്ട് ഓവർ തിങ്കിങ്ങിൽ പോണ ഒരാൾക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓ എനിക്ക് പറ്റൂല, കാരണം ഞാൻ വയസ്സായല്ലോ, ഞാൻ കുറെ കാലമായല്ലോ പഠിക്കാണ്ടിരിക്കണ്, എനിക്ക് ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പണ്ട് എന്നോട് അങ്ങനെ ഒരാള് പറഞ്ഞിട്ടുണ്ട്, നീ ചെയ്തത് ശരിയായിട്ടില്ല എന്ന്. അപ്പൊ ഇനിയിപ്പൊ തീരെ എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല. ചിന്തിക്കാൻ പോലും ചിന്ത തുടങ്ങുന്നതിന്റെ മുന്നേ ഓ ഇത് പറ്റില്ല കേട്ടോ എന്നുള്ളത് വരും. ഇത് ഈ ഓവർ തിങ്കിങ് ഉള്ളവരുടെ അവര് മാത്രല്ല ഇതിന്റെ ഇരയാകുന്നത്, ചുറ്റുമുള്ളവരെ കൂടെ ഇത് ബാധിക്കുന്നുണ്ട്. നമുക്ക് ഓവർ തിങ്കിങ് ഉണ്ട് വെച്ചെങ്കിൽ നമ്മൾ മാത്രല്ല ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത്. കുട്ടികൾ ഇപ്പൊ ഒന്നും പറയില്ല, പക്ഷെ മുതിർന്ന് കുറച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പറയും, പല കാര്യങ്ങളും നമ്മളോട് പറയും. ഓക്കെ. പ്രശ്നങ്ങൾ നമ്മളെ തളർത്തുന്നതിനേക്കാൾ കൂടുതൽ അതിനെ കുറിച്ചിട്ടുള്ള അമിത ചിന്ത ഉണ്ടല്ലോ, അത് നമ്മളെ ഭയങ്കരമായിട്ട് തളർത്തും. പ്രശ്നങ്ങളാണോ തളർത്തുക, അമിത ചിന്തയാണോ തളർത്തുക? ഒരു കാര്യം ഞാൻ പറയാം. കുട്ടീനെ ഞാൻ കൂടുതൽ പാരന്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോ രാവിലെ മക്കളെ എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് നമ്മൾ പറയണം, നേരം വഴുകൂട്ടാ, നേരം വഴുകും, എഴുന്നേറ്റോ 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 എന്ന്. ഓക്കെ. അപ്പൊ കുട്ടിക്ക് ടെൻഷൻ ഉണ്ടാവുക, അമ്മക്കാ ടെൻഷൻ ഉണ്ടാവുക. കൂടുതൽ ടെൻഷൻ ഇപ്പൊ ആർക്കുള്ളത്? എഴുന്നേറ്റോ എഴുന്നേറ്റോ എന്ന് പറയുന്ന സമയത്ത് അമ്മക്ക് അമ്മയ്ക്ക്. പിന്നെയും ഇത്, മോനെ നീ വേഗം പോയി ഫ്രഷ് ആവൂ, ഫ്രഷ് ആവൂ, ഫ്രഷ് ആവൂ. അപ്പൊ അമ്മക്ക് ടെൻഷൻ. കുട്ടി നല്ല പോയി ഫ്രഷ് ആയി വരുന്നുണ്ട്, മോനെ വേഗം യൂണിഫോം ഇടൂ, ഭക്ഷണം കഴിക്കൂ, നേരം വഴുകും, നേരം വഴുകും, നേരം വഴുകും തന്നെ ദിക്കറ്. അത് കഴിഞ്ഞിട്ട് മോനെ വേഗം റെഡിയാ, വേഗം ഷൂ ഷോക്സും ഇട്, വണ്ടി വരും, വണ്ടി പോവൂട്ടാ, വണ്ടി പോവും, സ്കൂളിൽ ലേറ്റ് ആവും, സ്കൂളിൽ ലേറ്റ് ആവും. നമ്മൾ ഈ രാവിലെ മുതൽ എന്തേ പറയണേ, നെഗറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ്. ഓക്കെ. പക്ഷേ സ്ഥിരമായിട്ട് കുട്ടികളോട് നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
അവരത് മൈൻഡ് കുട്ടികളെ ചെയ്യാട്ടോ. ഒരു ഓട്ടോമാറ്റിക്കായി പിന്നെ അത് ചെയ്തു പോകും. സ്വന്തമായിട്ടൊന്നും ഓട്ടോമാറ്റിക്. ചെയ്യില്ല. അതിന്റെ ഒരു കാരണം എന്താണെന്നറിയോ? ഇതില് കുട്ടി ഒരു ദിവസം പോലും നേരം വൈകിട്ട് വണ്ടി ഇട്ടു പോകുന്നതോ സ്കൂളിൽ പോകാതിരിക്കുന്നതോ എക്സ്പീരിയൻസ് കുട്ടിക്ക് ഉണ്ടാകുന്നില്ല. അമ്മ പറയുന്നുണ്ട് നേരം വഴുകുമെന്നും പറയുന്നുണ്ട്, വണ്ടി നിന്നെ ഇട്ടിട്ട് പോകുമെന്നും പറയുന്നുണ്ട്, സ്കൂളിൽ പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ കൊടുക്കുന്ന സംഭവമാ. പക്ഷെ കുട്ടി ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. കാരണം ആ നേരം ആകുമ്പത്തിന് എങ്ങനെയാണെങ്കിൽ പോകുന്നുണ്ട്. അപ്പൊ നേരം വഴുകി എഴുന്നേറ്റ് കഴിഞ്ഞുകൊണ്ട് ഒരു നഷ്ടം കുട്ടിക്ക് ഉണ്ടാകുന്നില്ല. ആണോ ഇല്ലയോ? യെസ്. ശരിയാ. നമ്മളെ എങ്ങനെങ്കിലും അവിടെ എത്തിക്കും. അപ്പൊ പിന്നെ അവർക്ക് കുട്ടീനെ കുഴപ്പമില്ല. സംബന്ധിച്ച് കുട്ടി കൂളെ ഇതുവരെ എനിക്ക് സ്കൂളൊന്നും നഷ്ടപ്പെട്ടില്ല, അപ്പൊ എനിക്ക് നഷ്ടപ്പെടില്ല. അതല്ല, ഒരു ദിവസം സ്കൂളിൽ പോയില്ല, അപ്പൊ പിറ്റേ ദിവസം കുട്ടിക്ക് ഒരു അലേർട്ട് ഉണ്ടായിരിക്കും. അപ്പോ നമ്മൾ ഈ പറയുന്ന വാക്കുകളൊക്കെ ഒരു പരിധി കൂടുതൽ കഴിഞ്ഞാൽ ഇവരുടെ ബ്രെയിനിലോട്ട് കയറി തന്നെ ചെയ്യില്ല. അതൊരു പ്രോഗ്രാമായിട്ട് രാവിലെ മുതൽ ഇതായിരിക്കും അടുത്ത ഡയലോഗ്, ഇതായിരിക്കും അടുത്ത ഡയലോഗ്. പക്ഷെ ആ അമ്മ കുട്ടികളെ പറഞ്ഞയച്ച് സ്കൂളിൽ കണ്ട് കയറ്റി വിടുമ്പോഴത്തേനും ആ അമ്മ എന്തായിരിക്കും, വളരെയധികം ഭയങ്കര ക്ഷീണത്തിലായിരിക്കും. മെന്റലി, ഫിസിക്കലിനേക്കാൾ കൂടുതൽ മെന്റലി. കാരണം എന്താണ്, ഈ അമ്മ കേൾക്കുന്നത് മുഴുവൻ ഈ നെഗറ്റീവാണ്. അമ്മ പറയുന്നത് മുഴുവൻ നെഗറ്റീവാണ്. അമ്മയുടെ ഇമോഷൻ എന്താണ്, ടെൻഷനാണ്. 1, 2, 3 കുട്ടികളെ ഒരുമിച്ച് സ്കൂളിലോട്ട് പറഞ്ഞയക്കേണ്ട മാതാപിതാക്കളൊക്കെ വളരെ എഫേർട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ സ്ഥിരമായിട്ട് രാവിലെ ഇതേപോലെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ ഇമോഷൻ നമ്മളെ എങ്ങനെയായിരിക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം? പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ? നെഗറ്റീവ്. നെഗറ്റീവ്. ഓക്കെ. അപ്പം ചിന്ത ഇനി മാറ്റാൻ പോവാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഒരു പേപ്പർ എടുക്കുക, പേപ്പറും പേന. പേപ്പറും പെന്നും എടുത്തിട്ട് നിങ്ങളിപ്പോ ഏറ്റവും അലട്ടുന്ന ഒരു കാര്യം എഴുതി വെക്കുക. ഒരു ചിന്ത, ഓവർ തിങ്കിങ് ആക്കുന്ന ഒരു കാര്യം എഴുതി വെക്കുക. ആ ഒരു കാര്യം പേപ്പറിൽ എഴുതി വെക്കുക. ഓവർ തിങ്കിങ് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇപ്പൊ ഓവർ തിങ്കിങ് ആവുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി കേട്ടോ. ഉണ്ടെങ്കിൽ എഴുതി വെക്കുക. അതായത് ടെൻഷൻ ആവുന്ന ഒരു കാര്യം. ഈ ഓവർ തിങ്കിങ് എനിക്ക് ഇല്ലല്ലോ, പിന്നെ എന്താ ഞാൻ എഴുതാൻ. ടെൻഷൻ ആകുന്ന ഒരു കാര്യം വെച്ച് നിങ്ങൾ എഴുതി വെച്ചോളൂ. എഴുതി എന്ന് കരുതുന്നു. എഴുതി കഴിഞ്ഞാൽ ഒന്ന് അറിയിച്ചോളൂട്ടാ. എനിക്ക് സിക്സ്ത് സെൻസ് ഒന്നും ഇല്ല ഇവിടുന്ന് കണ്ടുപിടിക്കാന്. നിങ്ങൾ ആരെയും 1, 2 പേരെയാണ് എനിക്ക് കാണുന്നുള്ളൂ. കുറച്ച് പേരെ വോയിസ് കേൾക്കുന്നുണ്ട്. യെസ്, കഴിഞ്ഞു. ഓക്കെ. ഇനി നിങ്ങൾ ആ പേപ്പറിൽ ഒന്ന് നോക്കുക. പേപ്പറിൽ നോക്കിയിട്ട് നിങ്ങൾ ആ പേപ്പറിൽ എഴുതിയതിനോട് നിങ്ങൾ ചോദിക്കുക, ആ ഒരു കാര്യം ആലോചിച്ചിട്ട്, ഇതെന്റെ നിയന്ത്രണത്തിലാണോ? ഈ ഒരു കാര്യം പൂർണ്ണമായിട്ടും എന്റെ നിയന്ത്രണത്തിലാണോ? ആണോ അല്ലയോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ഈ ഒരു കാര്യത്തിന് 1 വർഷം കഴിഞ്ഞാലും ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്, ഓവർ തിങ്കിങ് ചെയ്യുന്നത് ഞാനാണോ എന്നുള്ളതല്ല കേട്ടോ. ഈ ഒരു കാര്യം ഞാൻ ആലോചിച്ചാൽ മാത്രം ഇത് ശരിയാകൂ എന്നുള്ളതാണ്. എന്റെ നിയന്ത്രണത്തിലല്ല. ഇത് 1 വർഷം കഴിഞ്ഞാൽ, ഇപ്പൊ 2027 ഓഗസ്റ്റിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് കരുതുക. അന്നും ഇതേ ഇന്റൻസിറ്റി, ഇതേ പെയിന്, ഈ പ്രശ്നത്തിൽ ഇതേ ഓവർ തിങ്കിങ് നമുക്ക് ഉണ്ടാവോ ഇല്ലയോ? ഇതേ പ്രശ്നത്തിന് അപ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവോ ഇല്ലയോ എന്ന് നിങ്ങൾ എഴുതുക. ഓക്കെ. ഇനി ഇതിന്റെ ഈ ഒരു പ്രോബ്ലം കുറക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? അത് ഓരോരുത്തർക്കാണ് അറിയുള്ളൂ കേട്ടോ. ഓരോരുത്തർക്കാണ് അറിയുള്ളൂ. ഈ ഒരു കാര്യം ഓവർ തിങ്കിങ് എനിക്കൊരു പ്രോബ്ലം ആണ്, ഞാനത് ചിന്തിക്കുന്നുണ്ട്. ചിന്തിച്ചുകൊണ്ട് മാത്രം റിസൾട്ട് ഉണ്ടാവില്ല. ചിന്തിച്ചുകൊണ്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കണമെങ്കിൽ നമ്മൾ ആക്ഷൻ എടുക്കണം. ബാക്കി നെഗറ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നടന്നോളൂ. ക്ലിയർ? അപ്പോ എന്താണ് എനിക്കിതും ചെയ്യാൻ പറ്റുക? ഇത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ
ഉണ്ടാകുന്നുണ്ട്, ലൈഫിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുമാണ്. അപ്പൊ എന്താണ് എനിക്കിതിന് ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനെ കുറിച്ചിട്ട് ചിന്തിക്കാതെ വേറെന്തിനെങ്കിലും എൻഗേജ്ഡ് ആവുക. പിന്നെ എന്തൊക്കെയാ? യെസ്. അപ്പൊ അത് എഴുതി വെക്കാം. അത് നിങ്ങൾ തന്നെ എഴുതി വെക്കാം. ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും. ഈ എഴുതാൻ പറയുന്നത് നമ്മളുടെ ഈ പാറ്റേൺ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോ നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇതെന്റെ നിയന്ത്രണത്തിലല്ല. ഞാനിത് ചിന്തിച്ചുകൊണ്ട് എനിക്ക് പ്രോബ്ലംസ് അല്ലാതെ പ്രത്യേകിച്ച് വേറൊന്നും ലഭിക്കില്ല. ഇതൊരു ആക്ടിവിറ്റിയാണ്. നിങ്ങൾക്ക് എപ്പോ ഓവർ തിങ്കിങ് നിങ്ങൾക്ക് പ്രോബ്ലം ആയിട്ട് തുടങ്ങുന്നുണ്ട് എങ്കിലും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു എക്സസൈസ് ആണ്. ഓക്കെ. ഇനി ഓവർ തിങ്കിങ്ങിനെ കുറിച്ച്, അതിന് ഇന്റൻസിറ്റി കുറക്കാനുള്ള കുറച്ച് കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതിങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കുറക്കണ്ടേ. ഒരു എക്സസൈസ് ആണ് ഇപ്പൊ പറഞ്ഞത്. അതായത് ഓവറായിട്ട് നമുക്ക് ഒരു കാര്യം വരുമ്പോൾ നിങ്ങൾ അത് പേപ്പറിൽ എഴുതുക. ഇത് അതിന്റെ താഴെ തന്നെ ഒന്നില്ലെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പറയാം. പറയുക, അതായത് സൗണ്ടിൽ പറയുകയോ എഴുതുകയോ ആണ് നല്ലത്. ഓക്കെ. ഇത് എന്റെ നിയന്ത്രണത്തിലല്ല. പിന്നെ ഒരു വർഷം കഴിഞ്ഞാലോ 2 വർഷം കഴിഞ്ഞാലോ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞാലോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാലോ ഒരാഴ്ച കഴിഞ്ഞാലോ ഈ പ്രോബ്ലം ഉണ്ടാവില്ല. ഇതിന് ഇത്ര ഇന്റൻസിറ്റി ഉണ്ടാവില്ല എന്നുള്ള കാര്യം. എന്താണ് ഇത് ലളിതമാക്കാൻ ഞാൻ ചെയ്യാന്നുള്ളത്. ഓക്കെ. ഇനി അടുത്തത് ഓവർ തിങ്കിങ് കുറക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, എഴുതുക. എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ എഴുതുക. എന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ വെക്കരുത്. മനസ്സിൽ നിന്ന് പേപ്പറിലേക്ക് മാറ്റുമ്പോൾ മനസ്സിന്റെ ഭാരം കുറയും. എല്ലാവരും പറയും പോസിറ്റീവായിട്ടിരിക്കണം, പോസിറ്റീവായിട്ട് ജീവിക്കണം. ഒരു മനുഷ്യൻ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ആവില്ല. നമ്മളുടെ കൂടെയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, നമ്മൾ ചെയ്യുന്ന ജോലി അനുസരിച്ച്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് ഒക്കെയാണ് നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടായിരിക്കുക. ഓക്കെ. അപ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ എഴുതുക. ക്ലിയർ? പേപ്പറിലോട്ട് എഴുതുക. സെക്കൻഡ് വൺ, ആക്ഷൻ എടുക്കുക. ഈ ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ, നാളെ എക്സാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ എക്സാമിനെ കുറിച്ച് എനിക്ക് ഭയമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പഠിക്കണ്ടേ? അപ്പൊ ആ ആക്ഷൻ എന്താണ് എങ്കിൽ എടുക്കുക. ഇപ്പൊ കുട്ടികളെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, തലേ ദിവസം നിങ്ങൾ കിടക്കുമ്പോൾ കുട്ടികളോട് സംസാരിക്കുക. ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിൻ ആൽഫ പാറ്റേണിൽ എത്തും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. മോൻ എത്ര മണിക്കാ രാവിലെ എഴുന്നേൽക്കുക, എത്ര മണിക്കാ ഉമ്മ വിളിക്കേണ്ടേ എന്നൊക്കെ കുട്ടികളോട് ചോദ്യം ചോദിച്ചിട്ട് ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടെ സന്തോഷത്തോടെ സ്നേഹത്തോടൊക്കെ വിളിക്കുകയാണ് എങ്കിൽ അവരത് ഇഷ്ടപ്പെടും. അവരത് പതിയെ പതിയെ ശീലമാക്കും. അത് അവരെഴുന്നേറ്റ് വരാൻ തുടങ്ങും. ഓക്കെ. അപ്പൊ രാവിലെ തന്നെ നമ്മളുടെ ഇമോഷൻസ് ഒന്ന് ബാലൻസ് ചെയ്യാൻ അത് നന്നായിരിക്കും. ഒറ്റ ദിവസം കൊണ്ട് ഇത് നടക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കുട്ടികൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് അവരോട് തന്നെ ചോദിച്ച് 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 എടുത്തു കഴിഞ്ഞാൽ രാവിലെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു മോർണിംഗ് കൊടുക്കാൻ പറ്റും. പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേൽപ്പിക്കുന്നതൊക്കെ ഭയങ്കര പോസിറ്റീവ് ആണ് കേട്ടോ കുട്ടികൾക്ക്. അതിന്റെ കൂട്ടത്തിൽ ചോദിക്കാം, ഉമ്മയുടെ പൊന്നുമോൻ എവിടെ, നിന്റെ എന്താ പറയാ, പടച്ചോൻ എനിക്ക് തന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് എൻ്റെ മക്കള്, ഈശ്വരൻ എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ മക്കള് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഓക്കെ. പിന്നെ ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു മോശമായിട്ടുള്ള കാര്യമല്ല. ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു മോശമായിട്ടുള്ള കാര്യമല്ല. ചിലപ്പോൾ കുറച്ച് സമയം ചിന്തിക്കാൻ കൊടുക്കുക. അല്ലാതെ ചിന്ത വരുമ്പോഴത്തേനും ഓവർ തിങ്കിങ് എനിക്ക് വരണ്ട 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 വരണ്ട, അങ്ങനെ ഒരു സാധനം നടക്കൂല. അത് ഭയങ്കര ഹെക്റ്റിക്കാവും. കുറച്ചു നേരം ചിന്തിക്കുക. 10 മിനിറ്റ് സമയം കൊടുത്തിട്ട് ഓക്കെ 10 മിനിറ്റ് ആയി, നമുക്ക് മതിയാക്കാം. അങ്ങനെ കുറച്ച് സമയം കൊടുക്കുന്നത് നല്ലതാണ്. ക്ലിയർ? പിന്നെ ചെയ്യുന്നത് ഡീപ്പ് ബ്രീത്ത് എടുക്കുക. കൈ മുഖമൊക്കെ കഴുകിയിട്ട് മൂക്കിനുള്ളിലൂടെ ശ്വാസം എടുക്കുക, വായ തുറന്ന് ശ്വാസം പുറത്തോട്ട് എടുക്കുക. ക്ലിയർ? നിങ്ങൾ ഒരു 3 തവണ ഇപ്പൊ ചെയ്തു നോക്കൂ. നന്നായി മൂക്കിനുള്ളിലൂടെ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക, വായ നന്നായി തുറന്ന് പുറത്തോട്ട് ശ്വാസം എടുക്കുക. ഇതൊരു 10 തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ എന്തോ ഒരു തണവ് പോലെ തോന്നും.
എന്തോ ഒരു ആശ്വാസം പോലെ ഫീൽ ചെയ്യും. ഓക്കെ, ഇതൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി. ഈ ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് കുറെ വിഷമങ്ങളായിരിക്കും വരുന്നുണ്ടായിരിക്കാം. അങ്ങനെ ആവോ ഇങ്ങനെ ആവോ എന്നൊക്കെ ഉള്ള ആ സമയത്ത് നമ്മൾ നമ്മളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ എഴുതി വെക്കുക. അത് നല്ലതാണ്. അപ്പൊ ബ്രെയിനിന് പുതിയ പാറ്റേൺ ഉണ്ടാവും. ക്ലിയർ? പിന്നെ ഇപ്പൊ ജീവിക്കാൻ പഠിക്കാം. ഇപ്പൊ ജീവിക്കാൻ പഠിക്കാന്ന് പറയുമ്പോ നാളെ, മറ്റന്നാള്, അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ചിലപ്പോ ഇപ്പൊ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങൾ മുന്നേ ഉള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഇപ്പൊ ചിന്തിക്കുന്നത്. അപ്പൊ ഇപ്പത്തെ ജീവിതം എപ്പോഴാ ജീവിക്കുക? ഇപ്പൊ ചിലപ്പോ നല്ല ഭക്ഷണം നമ്മൾ കഴിക്കുന്നുണ്ടായിരിക്കും, പുറത്തു പോകുന്നുണ്ടായിരിക്കും, ജീവിതത്തിൽ വലിയ പ്രാരാബ്ദങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഉള്ള ജീവിതം എപ്പോഴാണ് നമുക്ക് ജീവിക്കാൻ പറ്റുക? ഇപ്പൊ നമ്മള് മാത്രല്ല. യെസ്, ആരാ പറയുന്നേ? അത് ചിന്തിച്ചങ്ങ് കുറച്ച് നാള് കഴിയും. ആ, എന്നിട്ട് പറ. ഇപ്പോഴത്തെ ജീവിതം എന്താ പറയാ, ജീവിക്കാൻ പറ്റൂല. ഇപ്പത്തെ ചിന്ത നമ്മൾ നെഗറ്റീവ് ആണോ? നമ്മള് കുറച്ച് കാലം മുമ്പുള്ളതായിരിക്കും ചിന്തിക്കുക. അതിപ്പൊ ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ കാര്യമില്ല, നമുക്കും അറിയാ കാര്യമില്ലാന്ന്. പക്ഷെ നമ്മളുടെ ബ്രെയിനിന്റെ പാറ്റേൺ അങ്ങനെ ആയിപ്പോയി. പിന്നെ നമുക്ക് ആക്ഷൻ ഗോള് വേണം, എന്തെങ്കിലും ജോലി വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അതിനു വേണ്ടി നമ്മൾ പുതിയ കാര്യങ്ങൾ പരിശ്രമിക്കണം. അപ്പൊ എന്തായി? ചിന്തിക്കാൻ ഒരു കാര്യമായി. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓവർ തിങ്കിങ് ആണെങ്കിലും അതിൽ റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അതായത് പാസ്റ്റിലത്തെ ഒരു കാര്യം ചിന്തിച്ചിട്ട് അതെങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാന്ന് വെച്ചാൽ, പാസ്റ്റിലത്തെ ഒരു കാര്യം ചിന്തിച്ചിട്ട് ആ ഒരു പെയിനിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എഴുതി വെക്കുക. പഠിച്ച കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് അത് ഇനി ആവർത്തിക്കില്ല എന്നുള്ള ആ ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യാം. പിന്നെ വരാനിരിക്കുന്ന കാര്യത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ, അതായത് ഗോൾ എന്ന് പറയും. ഗോൾ, ഒരു ദിവസം നമുക്ക് ഗോൾ സെറ്റിങ്ങിന്റെ സെഷൻ എടുക്കാം. ഗോൾ ഉണ്ടെങ്കിൽ മാത്രമാണ്, അതായത് അടുത്ത മാസം ഞാൻ എന്ത് ചെയ്യും, അടുത്ത വർഷം ഞാൻ എന്ത് ചെയ്യും, എന്നും ഇത് തന്നെ അല്ലല്ലോ, നമുക്കിതൊക്കെ മാറണ്ടേ? അങ്ങനെ ഉണ്ട് എങ്കിൽ നമുക്ക് ആ ഗോളിന് വേണ്ടി അച്ചീവ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും. അപ്പൊ ചിന്തിക്കാം, എനിക്ക് ഒരു വീട് വെക്കണം, അല്ലെങ്കിൽ ഒരു കാറ് മേടിക്കണം, എനിക്ക് ഇംഗ്ലീഷ് നന്നായി ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കണം. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? കോഴ്സിന് ജോയിൻ ചെയ്യാനൊന്നും എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ചാറ്റ് GPT-യിലൊക്കെ നോക്കിയിട്ട് ഒരു 10 വേർഡ്സ് ഡെയിലി പഠിക്കുക, കോൺവെർസേഷൻ. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കുക. അപ്പൊ ഓവർ തിങ്കിങ്, ആ എനർജി ഇതിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഓവർ തിങ്കിങ് നമ്മളെ ഡ്രെയിൻ ആക്കും, എനർജി ഭയങ്കരമായിട്ട് ഡ്രെയിൻ ആക്കും. ആ എനർജി അവിടുന്ന് എടുത്തിട്ട് ഇപ്പുറത്തോട്ട് ഇടുക, അതായത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗുണം കിട്ടുന്ന ഒരു കാര്യത്തിലോട്ട് മാറ്റുക. അതൊക്കെ കോൺഷ്യസ് ആയിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അതാണ് ഇപ്പൊ ജീവിക്കാൻ പഠിക്കാൻ, അത് ബെറ്റർ ആണ്. ക്ലിയർ? നിങ്ങൾക്ക് ഓവറായിട്ട് ഇങ്ങനെ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അപ്പൊ ഉള്ള ഒരു കാര്യമാണ് ഫോൺ എടുത്തിട്ട് ഇങ്ങനെ നോക്കും. ഫോൺ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. അതില് നമുക്ക് നമ്മള് ബ്രെയിൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതിലുണ്ടാവില്ല. പക്ഷെ വെറുതെ ഇങ്ങനെ കണ്ണ് അതിലുണ്ടായിരിക്കും, മനസ്സ് എവിടെയോ ആയിരിക്കും. ഇത് ഇങ്ങനെ ആയിരിക്കും. അതൊരു പാറ്റേൺ ആണ്, ഈ വിരലിന്റെയും കണ്ണിന്റെയും ഒരു പാറ്റേൺ ആണ് അത്. അപ്പോ അത് മാറ്റി വെക്കുക. ഫോണിൽ മാറ്റി വെച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ കണ്ണടച്ചിട്ട് 10 മിനിറ്റ് ഇരിക്കുക. ഓവർ തിങ്കിങ് വന്നോട്ടെ, വന്നു പോയിക്കോട്ടെ. ഇത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുക. പിന്നെ ചെരുപ്പിടാതെ ഒരു 10 മിനിറ്റ് നടക്കുക മണ്ണില്. ചെരുപ്പിടാതെ മണ്ണില് 10 മിനിറ്റ് നടക്കുക. ക്ലിയർ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു തിങ്കിങ് പാറ്റേണിനെ പതിയെ പതിയെ കുറക്കാനും പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരാനും സാധിക്കും. ക്ലിയർ ആണോ? ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും കാര്യങ്ങള് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله
യെസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? ഇല്ല എന്ന് ഞാൻ കരുതുന്നു. അപ്പോ ഓവർ തിങ്കിങ് ഭാവിയെ മാറ്റുമോ? പോസിറ്റീവ് ഓവർ തിങ്കിങ് ഭാവിയെ പോസിറ്റീവായിട്ട് മാറ്റും. നെഗറ്റീവ് ഓവർ തിങ്കിങ് ഭാവിയെ നെഗറ്റീവായിട്ട് മാറ്റും. നമ്മളെ മാത്രമാണോ ഓവർ തിങ്കിങ് ബാധിക്കുക, അതോ നമ്മുടെ കൂടെയുള്ളവരെയും കൂടെ ബാധിക്കോ? കൂടെ ഉള്ളവരെയും ബാധിക്കും. അവരും നെഗറ്റീവ് ആവും. അവർ നെഗറ്റീവ് ആവും. അപ്പൊ നമ്മൾ കുറെ സഹിച്ചിട്ടുണ്ട്, നമ്മൾ കുറെ ക്ഷമിച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ ഇനിയുള്ള നമ്മളുടെ ലൈഫിൽ മറ്റുള്ളവർക്ക് എന്താണ് സെർവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ എന്താണോ കൊടുക്കുക അത് തിരിച്ചു വരും. ഓവർ തിങ്കിങ്ങോട് കൂടിയിട്ട് നമ്മൾ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അതിന് പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ഖേദിക്കേണ്ടി വരും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഗിൽറ്റ് തോന്നിയിട്ടുണ്ടോ? അത് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ നോ എന്ന് പറയായിരുന്നു, യെസ് എന്ന് പറയായിരുന്നു എന്നൊക്കെയുള്ള തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടോ? പണ്ടൊക്കെ നോ പറയാൻ ഭയങ്കര മടിയായിരുന്നു. ഇപ്പൊ പിന്നെ ഓക്കെയാണ്. അങ്ങനെ ഓക്കെ. കുറെ ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ യെസ്, അത് സാരില്ല. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഇനിയിപ്പോ ആലോചിച്ചിട്ട് കാര്യമില്ല. ഇനിയുള്ള നമ്മൾ കോൺഷ്യസ് ആയിട്ട് തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഉം. ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ മാം ഇപ്പൊ പറഞ്ഞ പോലെ കുട്ടികളെ എണീപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ എനിക്ക് തോന്നുന്നു മെജോറിറ്റി പാരന്റ്സും അതുപോലെ തന്നെ ചെയ്യുന്നത്. ഞാനും ഇൻക്ലൂഡ്. അത് പിന്നെ രാവിലെ ഇതൊക്കെ നമ്മൾ പറയും പോസിറ്റീവ്. നമുക്ക് പോസിറ്റീവായിട്ട് ചിലപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഉത്തരവാദിത്തങ്ങൾ, ഈ ടൈം, കാര്യങ്ങളും ഒക്കെ ആവുമ്പോൾ ഹെക്റ്റിക് ആയിരിക്കും. അപ്പോഴാണ് തലേ ദിവസം ഈ പ്രോഗ്രാമിംഗ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ എഴുന്നേൽക്കും. അത് എൻ്റെ ലൈഫിൽ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ കുട്ടികളെ ടച്ച് ചെയ്യാൻ, ഈ ടച്ച് അല്ല, പതിയെ കുട്ടികളെ തൊടുക, കുട്ടികളെ അറിയാതെ തലയിലും ഒക്കെ തൊടുക. അപ്പോൾ 32 തവണ മക്കളെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കുട്ടികൾ കണക്റ്റ് ആവുമെന്നാണ് പറയുന്നത്. 32 തവണ അത് റിസൾട്ട് ഉള്ള കാര്യമാണ് കേട്ടോ. കാരണം ഞാന് ഒരു മുന്നേ ഇതുപോലെ ഒരു പ്രോഗ്രാമിന്, ഹാപ്പിനെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിന് ഈ കാര്യം പറഞ്ഞു കൊടുത്തു. അപ്പോൾ എൻ്റെ സ്റ്റുഡന്റ് 2 ദിവസം കഴിഞ്ഞിട്ട് പറയാണ്, അവർക്ക് 2 മക്കളാണ്, 2 ആൺകുട്ടികളാണ്. അപ്പൊ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, മോന് +1 പഠിക്കണം, എന്ത് പറഞ്ഞാലും കേൾക്കൂല, കുറേ ഇങ്ങനെ പറയണം, അതായത് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ വീട്ടില് സഹായിക്കാനൊക്കെ. അപ്പൊ ഞാന് അവനറിയാതെ ടച്ച് ചെയ്യാന് തുടങ്ങിയതിന് ശേഷം അവന് ഞാന് എങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ, ഞങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോൾ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ കഴുകാൻ പോയപ്പോൾ ടേബിളിലെ പാത്രങ്ങളൊക്കെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഉമ്മയുടെ ഒരു സന്തോഷമാണ്. സെക്കൻഡ് വൺ, ഞാൻ എപ്പോഴും ഈ വാഷ് ചെയ്ത് പിഴിഞ്ഞു വെച്ചിട്ടുള്ള ഡ്രസ്സ് മുകളിലാണ് അയല്, അങ്ങോട്ട് കൊണ്ടുപോകാൻ കുറേ തവണ ഇവനോട് പറയണം. ആന്ന് പറയും, പിന്നേന്ന് പറയും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഞാനിത് പറയൊന്നും ചെയ്തില്ല, അവിടെ കൊണ്ടുവച്ചിരുന്നു, നമ്മുടെ സ്റ്റെയർ കേസിന്റെ അവിടെ വെച്ചിരുന്നു. പക്ഷെ മോന് ഞാൻ പറയാതെ തന്നെ മുകളിൽ കൊണ്ടുപോയി ഇട്ടു. അപ്പോ നമുക്ക് ഇത് 2 രീതിയിലും ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഒന്ന് ഭീഷണിയുടെ സ്വരമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും. രണ്ടാമത് അവരറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടായിരിക്കും, കുറച്ചും കൂടെ കുട്ടികൾക്കും ആശ്വാസം കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കും. ഉണ്ടായിരിക്കുമല്ലോ. എന്താ? അറിഞ്ഞോണ്ടാവുമ്പോ ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കും അവര് തന്നെ ചെയ്യുമ്പോഴേ. മറ്റേത് നമ്മൾ ഷോർട്ട് കൺസിസ്റ്റൻസി ചെയ്യുമ്പോ മാത്രല്ല, നമ്മള് ഷൗട്ട് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ ഓക്കെ ആണോ അതില്? ഒരിക്കലും അല്ല. അപ്പൊ നമ്മളുടെ നമുക്ക് ഉള്ളിൽ എന്താ ടെൻഷൻ. ഉണ്ടാവുക? കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞിട്ട് വേണം ചെയ്യും, എന്റെ മോൻ എന്തെങ്ങനെ, എന്റെ മോൾ എന്തെങ്ങനെ, ഒരു കാര്യം ചെയ്യില്ല, ഇനി ഞാൻ എന്തവനെ കൊണ്ട് ചെയ്യാം. അങ്ങനെയുള്ള കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി ഓൾറെഡി നമ്മളുടെ പാറ്റേണിലോട്ട് വരും. ഇവിടെ ഒരു മോന് വന്നിട്ട് അവരുടെ പാരന്റ്സ് പറഞ്ഞത്, ഒരു 5 മിനിറ്റും കൂടെ സെഷനുള്ളൂ കേട്ടോ, 8:30 എനിക്ക് വേറെ സെഷൻ ഉണ്ട്. ആ പാരന്റ്സ് നമ്മളെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, മോന് തീരെ പഠിക്കണില്ല, അവനെ 50K ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്, ഒരു വർഷം അത്രത്തോളം ഫീസ് കൊടുത്തിട്ടാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്, പക്ഷെ ഇവൻ തീരെ പഠിക്കണില്ല. അപ്പൊ ഉമ്മയും ഉപ്പയും കൂടിയിട്ടാണ് വന്നിട്ട്, ഒരൊറ്റ മോനുള്ളൂ, എനിക്ക് തോന്നുന്നു 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്ന ആ കുട്ടി. ഞാനപ്പൊ അവനോട് പേഴ്സണലി സംസാരിച്ചു തുടങ്ങിയപ്പോ അവന് ആദ്യമേ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, എനിക്ക് സ്കൂൾ വിട്ടിട്ട് വീട്ടിലോട്ട് വരാൻ എനിക്ക് ഇഷ്ടമല്ല.
ഏഹ് ഉം. വീട്ടിൽ ആരെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചപ്പോ ആ മോന് പറയാണ് എനിക്ക് എന്റെ ആഹ് ഉപ്പാടെ വീട്ടിലാണ് നിൽക്കുന്നത്. ഉപ്പാടെ ജ്യേഷ്ഠന്റെ ഭാര്യ ഉണ്ടല്ലോ, താത്തമ്മാന്നോ മൂത്തുമ്മാന്നോ എന്തോ പറയും, അവരെയാണ് ഇഷ്ടം. ഓക്കെ, ഉമ്മ ഉണ്ട് അവിടെ, ഒരൊറ്റ മോനേ ഉള്ളൂ. ഉമ്മയെ പേടിയാണ്, രാത്രി ഉമ്മയുടെ അടുത്ത് കിടക്കാൻ പേടിയാണ് എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ പറഞ്ഞ്. അപ്പൊ ഞാന് ആകെ ഒരു വിഷമായിട്ടോ കുട്ടികൾ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ താത്തമാനെ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞതെന്ന് വെച്ചാൽ സ്കൂൾ ഇട്ട് വന്നാല് മോനെ ചായ കുടിച്ചോട്ടാന്ന് പറയും. പിന്നെ ഉമ്മ എന്നെ പഠിപ്പിക്കുന്ന സമയത്ത് മൂത്തുമ്മ വന്നിട്ട് പറയും മോനെ പഠിച്ചോട്ടാ, ഇങ്ങനെയാണ് പറയാം, മോനെ പറ്റുന്ന പോലെ പഠിച്ചോളൂട്ടാ എന്ന് പറയുന്നു. അപ്പൊ അപ്പൊ പിന്നീട് ഉമ്മയുടെ ഭാഗത്തേക്ക് വരൽ തുടങ്ങി. അപ്പൊ കുട്ടി പറയാണ് എപ്പോഴും ഉറങ്ങുന്ന സമയത്ത് പോലും നീ പഠിക്കാത്തവനല്ലേ, നീ പഠിക്കാത്തവനല്ലേ, ഇത്ര കാശ് കൊടുത്തിട്ട് നിന്നെ പഠിപ്പിച്ചിട്ട് നീ ഇങ്ങനെ ആയില്ലേ, ഇങ്ങനെ ആയില്ലേ എന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. എനിക്ക് രാത്രിയാവണ ഇഷ്ടമല്ല, സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് വരുന്നത് ഇഷ്ടമല്ല. ഉം വീട്ടില് കുടുംബക്കാരൊക്കെ വരുമ്പോ എന്നെ വീട്ടില് റൂമിൽ അടച്ചിടും, നീ പഠിക്കാത്ത ആളല്ലേ, അപ്പൊ നീ അകത്തിരുന്ന് പഠിച്ചാൽ മതി, ഇവരെ കൂടെ കളിക്കണ്ട. അതായത് പണിഷ്മെന്റ് കൊടുത്തിട്ട് ആ കുട്ടി ശരിക്കും പറയണെങ്കിൽ, ഞാനൊരു ബുക്ക് കാണിച്ചു കൊടുത്തിട്ട്, ഒരു കുതിരയുണ്ട്, ഇങ്ങനെ കുറച്ച് ഇതുണ്ട്, അപ്പൊ ഞാനിത് കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അവന്റെ ബുക്ക് തന്നെയാണ്. ഞാൻ അടച്ചു വെച്ചിട്ട് അവനോട് ചോദിച്ചു, മോനെ കുതിരയുടെ കളർ എന്തായിരുന്നു എന്ന്. അപ്പൊ കുട്ടി പറയും ഞാൻ കുതിരനെ കണ്ടിട്ട് പോലുമില്ല. ബുക്ക് എടുക്കുമ്പോ തന്നെ ഫിയർ ആണ്. ബുക്ക് എടുക്കുമ്പോ തന്നെ കുട്ടിയുടെ ഉള്ളിലേക്ക് ആദ്യമാണ് വരുന്നത്. കുട്ടിക്ക് ടീച്ചറെ അല്ലേ പേടി, കുട്ടിക്ക് പാരന്റ്സിനെയാണ് പേടി. എന്നിട്ട് അവര് ഉമ്മയും ഉപ്പയും വന്നിരുന്നു. എന്നിട്ട് ഞാൻ രണ്ടുപേർക്ക് ഉമ്മ കൊടുക്കാൻ പറഞ്ഞപ്പോ ആ കുട്ടി വേഗം പോയിട്ട് ഉപ്പാനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നിട്ട് നിൽക്കാണ്, ഉമ്മയുടെ അടുത്ത് വന്നിട്ട് കുട്ടി ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മ കൊടുക്കായിരുന്നു കുട്ടിക്ക്. അപ്പൊ അങ്ങനെ അടുത്ത് നിർത്തിയിട്ടൊരു ഉമ്മ കൊടുത്തു. അപ്പൊ ഞാൻ ഇവരുടെ പാരന്റ്സിന്റെ ഹിസ്റ്ററി എടുത്തപ്പോ ആ ഉമ്മ ഒരൊറ്റ മോളാണ്, എല്ലാ സൗകര്യത്തിലും സന്തോഷത്തിലും വളർന്നിട്ടുള്ള ഒരു കുട്ടിയാണ്. അതിനൊരൊറ്റ മോനേ ഉള്ളൂ. പക്ഷെ ആ കുട്ടീനെ എല്ലാ സ്നേഹവും സന്തോഷം കിട്ടിയത് കൊണ്ടാണോന്ന് അറിയില്ല, ഈ കുട്ടിക്ക് പെർഫെക്ഷൻ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കുട്ടീനെ പഠിപ്പിക്കുക പഠിപ്പിക്കുക പഠിപ്പിക്കുക. പക്ഷെ ആ കുട്ടിക്ക് പഠിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഫിയർ ആയിട്ട് മാറി. അത് ഓവർ തിങ്കിങ്, നെഗറ്റീവ് ഓവർ തിങ്കിങ് ആയി മാറി. ഇപ്പൊ പഠിക്കുക എന്ന് പറയുമ്പോൾ കുട്ടിക്ക് കിട്ടിയ അടിയുടെയും ഇൻസൾട്ടിന്റെയും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുടെ ഓവർ തിങ്കിങ് ആണ് കുട്ടിക്ക് വരിക. അപ്പൊ കുട്ടിക്ക് ഇഷ്ടത്തോടു കൂടി പഠിക്കാൻ പറ്റും. ഏത് സ്കൂളിൽ കൊണ്ടുവരുത്താലും ഏത് കോച്ചിങ്ങിന് ചേർത്താലും പറ്റൂ ഇല്ലയോ? ഇല്ല. ഇല്ല. ഉം. പക്ഷെ നമ്മൾ കുറെ കണക്ക് പറയും, നിന്നെ ആ സ്കൂളിൽ ചേർത്ത് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടി ചിന്തിക്കുന്ന എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികളുടെ സ്റ്റോറി എനിക്ക് അതിന് ശേഷം ഞാൻ എൻ്റെ മോനെ പിന്നെ കമ്പയർ ചെയ്യാതെ തുടങ്ങിയത്. കമ്പാരിസൺ ഞാൻ നിർത്തി അതോടക്കനെ. കാരണം മറ്റുള്ള മക്കള് വേദനിച്ചിട്ട് വന്നിട്ട് നമ്മളോട് പറയുമ്പോൾ ആണ് ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ പറയും നമ്മൾ നല്ല പാരന്റ് ആണെന്ന്. ഒരിക്കലും ഇല്ല. നമ്മളെ കുട്ടികള് മറ്റുള്ളവരോട് നമ്മളെ പറ്റിയിട്ട് എന്താണോ പറയുന്നത് അതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്. സ്കൂളിൽ പോയിട്ട് ഒരു മോന് നീറ്റിരുന്നിട്ട് എന്നോട് ചോദിച്ചു, പ്ലസ് ടു എന്തിനാ മിസ്സേ പഠിക്കുന്നത്? ഞാൻ എൻ്റെ അമ്മക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അമ്മ എപ്പോഴും എന്നെ കമ്പയർ ചെയ്തിട്ടാണ്. 87% മാർക്കേറ്റ് ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നപ്പോ എന്താണ് 90 എബോവ് മേടിക്കാതിരുന്നത് എന്നാണ് ചോദിച്ചതെന്ന്. പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു മോൻ പറയാണ്. എന്നോട് മാത്രല്ല, ഒരു വലിയ ക്രൗഡിന്റെ അടുത്ത് നിന്നിട്ടാണോ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കുട്ടികളെ വളർത്തുന്നുണ്ട്, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ആ ആ ആ വ്യക്തിക്ക്, ആ ഒരു കുട്ടിക്ക് ഒരു മനസ്സുണ്ട്, കുട്ടി ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതും കൂടെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കണം, കൊടുക്കുന്നുണ്ടോ എന്നുകൂടെ ചെക്ക് ചെയ്യണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ഇന്നത്തെ സെഷനിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻസൈറ്റ് കിട്ടിയോ? ഇനിയും നിങ്ങൾ ഇങ്ങനത്തെ സെഷൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് മനസ്സിലാക്കാൻ mistakes ഉം ഒക്കെ മനസ്സിലാക്കാൻ പറ്റി കേട്ടോ. നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോ നിങ്ങൾ കണക്ട് ചെയ്യുന്ന നമ്പറുമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റോ നിങ്ങൾക്ക് ഫീഡ്ബാക്കുകളോ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് യെസ് ഈ മക്കളടുത്ത് മാത്രാണോ 32 പ്രാവശ്യം ടച്ച് ചെയ്യുന്ന ആ ഒരു ഇത് പറഞ്ഞത്? മക്കളെടുത്ത് മാത്രല്ല, നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇപ്പൊ ഉപ്പമാര്, ഹസ്ബൻഡ്, ഏതൊരു വ്യക്തിനെ ഏറ്റായിട്ടും പോസിറ്റീവ് ആയിട്ട് നമ്മൾ ബന്ധം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ പെറ്റ്സ് ഒക്കെ എന്ന് വിചാരിക്കാം, പെറ്റ്സ് കൂടുതലായിട്ട്
മനുഷ്യന്മാർക്ക് മാത്രല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. പെറ്റ്സ് ഒക്കെ നമ്മുടെ അടുത്ത് വന്നാൽ ഇങ്ങനെ തലോടി കഴിഞ്ഞാൽ അവര് പിന്നെ പിന്നെ ഭയങ്കര അടുത്തു പോകും. ആ. ഓക്കെ, അപ്പൊ ഏതൊരു വ്യക്തിനായിട്ട് ടച്ച് ഭയങ്കര കണക്റ്റഡ് ആണ്. പക്ഷെ ചെറുപ്പത്തിൽ ടച്ച് കിട്ടാത്ത കുട്ടികൾക്ക് വലുതായി കഴിഞ്ഞാൽ ടച്ച് കൊടുക്കാൻ അറിയില്ല, കൊടുക്കാൻ പറ്റില്ല. പാരന്റ്സിനൊക്കെ ചെറുപ്പത്തില് ഹഗ് ഒന്നും അവരുടെ പാരന്റ്സിൽ നിന്ന് കിട്ടാതെ വരുമ്പോ പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇത് കൊടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്, ഒരു ഷൈ ആയിരിക്കും. ക്ലിയർ? അങ്ങനെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. എന്റെ സ്റ്റുഡന്റ് ആണ്, എന്തായാലും സന്തോഷം ഇങ്ങനെ കണ്ടപ്പോ. ഓക്കെ, ഉമ്മയും മകളും എന്റെ വേണ്ടപ്പെട്ട വ്യക്തികളാണ്. യെസ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? സുഖാണ്. ഓക്കെ, അപ്പോ ഇനി ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലാന്ന് കരുതുന്നു. എനിക്കൊരു 10 മിനിറ്റിനുള്ളിൽ അടുത്ത സെഷനിൽ കയറണം. ഓക്കെ, എന്റെ വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ പ്രയാസമായിട്ടുണ്ട് എങ്കിൽ ഐ എം റിയലി സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ താങ്ക് യു. ഐ ലവ് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാവരുടെ ലൈഫിലും ഒരുപാട് 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 സന്തോഷവും സമാധാനവും സമൃദ്ധിയും സ്നേഹവും സമ്പത്തും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ ബ്ലെസ് ചെയ്യുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിയിലോട്ട് കൂടുതൽ ആളുകളെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുക. നമ്മൾ എല്ലാ മൺഡേസിലും ഫ്രീ ആയിട്ട് സെഷൻ കൊടുക്കുന്നുണ്ട്. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇങ്ങനെ കോൺവെർസേഷൻ ടൈപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും. ഒരു ഹാപ്പിനെസ് റെവല്യൂഷൻ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഉൾക്കൊള്ളിക്കുക, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ഒക്കെ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു സോ മച്ച്. താങ്ക് യു. Thank you. താങ്ക് യു സോ മച്ച്.